എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1380-ാം ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥികളായി എത്തുന്നത് എല്ലാ ദിവസത്തെയും പോലെ ഒരാളല്ല, 2 പേരാണ് നമുക്കിന്ന് അതിഥികളായി എത്തുന്നത്. നമുക്ക് എല്ലാവർക്കും എനിക്ക് ഏറ്റവും പ്രിയങ്കരിമാരായ 2 അമ്മമാരാണ് ഇന്ന് നമ്മുടെ മലയാളം സെഷനിൽ അതിഥികളായി എത്തുന്നത്. ഒന്ന് ശാന്താചന്ദ്രൻ മാഡം, ഡോക്ടർ ശാന്താചന്ദ്രൻ മാഡം, ഒന്ന് രമാദേവി അമ്പാടി മാഡം. 2 പേരും നമുക്ക് വന്ധ്യതയെ കുറിച്ച് ഉള്ള ചോദ്യോത്തര വേളയാണ്. 2 പേര് സ്ക്രീൻ നിറഞ്ഞിരിപ്പുണ്ട്. എല്ലാവരും സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി തയ്യാറായി റെഡിയായി ഇരിക്കുക. എന്തായാലും ഇന്നത്തെ മലയാളം സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. അങ്ങനെ നമ്മുടെ ചോദ്യോത്തരവേള തുടങ്ങുന്നതിന് മുമ്പ് 2 രമാദേവി അമ്പാടി മാഡത്തിനെയും ശാന്താചന്ദ്രൻ മാഡത്തിനെയും 2 അമ്മമാരെയും ഞാൻ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും സ്വാഗതം ചെയ്യും. അപ്പോൾ ആമുഖമായി വന്ധ്യതയെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കുന്ന 2 പേർക്കും സംസാരിക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചോദ്യോത്തരവേള ആരംഭിക്കാം. പറയട്ടെ? തുടങ്ങാം മാഡം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആണെങ്കിൽ വിയറ്റ്നാമിലും എന്താ പറയണേ, മൈസൂരും കൂർഗും കൊടൈക്കനാലും ഒക്കെ പോയി അങ്ങനെ ക്ഷീണിച്ച് പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് 5 മണിക്ക് എന്നെ ധനേഷ് വിളിച്ചിട്ട് പറയണത് ഒരു ക്ലാസ് എടുക്കാൻ. ഞാൻ പിന്നെ ധൈര്യമായിട്ട് ഏറ്റു. കാരണം ശാന്തയും ഹരിഹരനും ഒക്കെ ഉണ്ടാവുന്നുള്ള ഒരു ധൈര്യത്തിൽ ഞാൻ എന്തായാലും ഏറ്റു. എന്തായാലും ശാന്തയോടും പറഞ്ഞു. അപ്പൊ ശാന്ത പറഞ്ഞു നമുക്ക് ചെയ്യാം ക്ഷമയെന്ന് പറഞ്ഞു. അപ്പൊ ആ ധൈര്യത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരാഴ്ചയായിട്ട് പനി പിടിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് തുടങ്ങാം. പിന്നെ ഹനുമാൻ പറയുന്നുണ്ട്, ദ ഫിസിഷ്യൻസ് ഹൈ ആൻഡ് ഓൺലി മിഷൻ ഇസ് ടു ക്യൂർ ദ ഡിസീസ്. അതായത് നമ്മുടെ അടുത്ത് ഈ വന്ധ്യതയായിട്ട് വരുന്നത് അവർക്ക് ഡിസീസ് അല്ല, അവർക്ക് അവരുടെ ഒരു എന്താ പറയുന്നത്, അവര് ദേ ആർ നോട്ട് സിക്ക്, ദേ ആർ ഹാർട്ട് സിക്ക് എന്ന് എപ്പോഴും പറയുന്നതാണ്. അപ്പൊ അവര് ഹൃദയം നുറുങ്ങി വരുന്ന അവർക്ക് ഒരു ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ദ ഹയസ്റ്റ് ഐഡിയൽ ഓഫ് ക്യൂർ ഈസ് റാപ്പിഡ്, ജെന്റിൽ ആൻഡ് പെർമനന്റ് റിസ്റ്റോറേഷൻ ഓഫ് ദ ഡിസീസ് ഇൻ ഇസ് ഹോൾ എക്സ്റ്റെന്റ് ഓൺ ഈസിലി കോംപ്രഹെൻസിബിൾ പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ഇങ്ങനെ ഇൻഫെർട്ടൈലായിട്ട് പേഷ്യൻസ് വരുമ്പോൾ എനിക്ക് ഒരു വിധത്തിലും എനിക്ക് ആ കേസ് എടുക്കാൻ പറ്റണില്ല. ഒരു സിംറ്റം ഒന്നും കിട്ടണില്ല. എല്ലാം വേറെ ഒന്നും കംപ്ലൈന്റ് ഇല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ വഴിയെ കൂടിയാണ് അവരെ അപ്രോച്ച് ചെയ്യുക. ഒന്ന് ഹോർമോണൽ ഇതാണെങ്കിൽ, ഇപ്പൊ മെയിലിനായാലും ഫീമെയിലിനായാലും ഹോർമോണൽ ഒരു ഡിഫക്റ്റ് ആണെങ്കിൽ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സിസ് പോലെ, അല്ലെങ്കിൽ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ടെസ്റ്റിക്കുലർ ആക്സിസ് പോലെയോ ഞാൻ ആ വിധത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കും. അതായത് ഹൈപ്പോതലാമസ് 1 കൊടുത്തു കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി 200 കൊടുക്കും, ടെസ്റ്റിസ് 3x കൊടുക്കും. അപ്പോൾ അവരുടെ ഹോർമോണൽ ഇംബാലൻസ് ശരിയാവും. അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ടെസ്റ്റിസിന് പകരം ഓവറി കൊടുക്കും, ഓവറി 3x കൊടുക്കും. അപ്പോൾ ഒരുമാതിരി ഹോർമോണൽ കംപ്ലൈന്റ് അതുകൊണ്ട് തന്നെ കവർ ചെയ്യാറുണ്ട്. പിന്നെ അതുകൊണ്ടും നമുക്ക് പിന്നെ എന്നിട്ട് വേറെ ഒരു സിംറ്റം ഒന്നും കിട്ടിയില്ല, ബാക്കി എല്ലാ റിസൾട്ടൊക്കെ നോക്കുമ്പോൾ എല്ലാം ഓൾറൈറ്റ് ആണെങ്കിൽ പിന്നെ ഞാൻ ലേഡീസിനാണെങ്കിൽ ഞാൻ അവരെ ഇത് അപ്രോച്ച് ചെയ്യുന്നത് ഒരു മെൻസ്ട്രൽ കംപ്ലൈന്റ് നോക്കിയിട്ടാണ്. മെൻസ്ട്രൽ കംപ്ലൈന്റ് നോക്കുക എന്ന് പറഞ്ഞാൽ അവരാ ഒരു എന്താണ് ഒരു സിംറ്റം കിട്ടിയില്ലെങ്കിൽ അവരുടെ ആ മെൻസ്ട്രൽ പീരിയഡിലുള്ള അവരുടെ ചില സിംറ്റം നോക്കിയിട്ട് ഞാൻ മെന്റൽ സിംറ്റം നോക്കിയിട്ട് ഞാൻ അവർക്ക് മെഡിസിൻ കൊടുക്കും. അതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, ഹസ്ബൻഡ് പറയും, എന്റെ ഡോക്ടറെ മെൻസസിന്റെ സമയത്ത് ഒരുമാതിരി ഒതളഞ്ഞ തിന്ന കാക്കയെ പോലെയാണ് ഇവിടെയുള്ള ഇരിപ്പ്. അതായത് എന്തോ ഗാഠമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ചോദിച്ചാലും ഒരക്ഷരം പറയില്ല. അതുപോലെ തന്നെ അഥവാ എങ്ങാനും പറയുകയാണെങ്കിൽ വലിയൊരു ഓഫീസറുടെ ഗമയിലാണ് അവർ വർത്തമാനമൊക്കെ പറയാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ
ഞാൻ അതിന് അങ്ങനെ ഒരു കേസിന് ഞാൻ കൊടുത്തത് ആസിഡ് മ്യൂറാണ്, മ്യൂരിയാറ്റിക് ആസിഡ്. അത് അന്ന് അതിന് എനിക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മ്യൂരിയാറ്റിക് ആസിഡിന്റെ സിംറ്റം എന്താന്ന് ചോദിച്ചാല് ഞങ്ങളുടെ ഒരു കുറച്ച് ഫ്രണ്ട് ഡോക്ടർ റഫീഖ് ഉണ്ട്. ആ റഫീഖിന്റെ ഒരു ഇതുണ്ട്, BA മാസ്റ്റർ ഓഫ് മെറ്റീരിയൽ മെഡിക്ക എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അതിൽ മ്യൂരിയാറ്റിക് ആസിഡിനെ പറ്റി നല്ല അസലായിട്ട് സിംറ്റംസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സിംറ്റം എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അവരെവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, അവരെവിടെയെങ്കിലും ഒന്ന് ഇരിക്കുമ്പോഴേക്കും അവരുടെ കണ്ണ് അടഞ്ഞു പോണ പോലെ തോന്നും. അപ്പോൾ അതൊരു സിംറ്റമാണ്. പെരാട്രമാൽബിനും ഒക്കെ ഉണ്ട് ആ സിംറ്റം, ഫോസ്ഫറസിനും കാർബോജനും ഒക്കെ ഉണ്ട്. പക്ഷെ മ്യൂരിയാറ്റിക് ആസിഡിന് കൂടുതലാണ്. ഈ ഫട്ടക്ക് പറയുന്നത് ഒറ്റൊരു മെഡിസിൻ, എവിടെയെങ്കിലും ഇരുന്നാൽ ക്ഷീണം കൊണ്ട് കണ്ണടഞ്ഞു പോകും പണ്ട് ഫട്ടക്ക് പറയുന്ന ഒരു മെഡിസിൻ മ്യൂരിയാറ്റിക് ആസിഡാണ്. അത് ഞാൻ ചോദ്യം കഴിഞ്ഞാൽ ഇവര് പറയും, അതേ ഡോക്ടറെ ഇതിന് ഭയങ്കര ക്ഷീണമാണ്, എന്തെങ്കിലും ഒന്ന് കേൾക്കാതിരുന്നാൽ അപ്പൊ ഉറങ്ങിപ്പോകുമെന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു മെഡിസിൻ നല്ലോണം അതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ അവര് പറയുന്നത് ഒരു ഇപ്പൊ നമ്മൾ പറയില്ലേ, എന്താ പറയുന്നേ, ഈ നാപ്കിൻ പോലും ജെനിറ്റൽസിൽ തൊടാൻ പറ്റില്ല ഡോക്ടറെ, അത്രയ്ക്ക് സെൻസിറ്റീവ് ആന്ന് പറയും. അതിനും മ്യൂരിയാറ്റിക് ആസിഡ് വളരെ ഇതാണ്. അതുപോലെ തന്നെ ഈ ആലോസിനെ പോലെ വേറൊരു സിംറ്റം മ്യൂരിയാറ്റിക് ആസിഡിനുള്ളത്, ഇത് ഗ്യാസ് പോകുമ്പോൾ അവർക്ക് വയറ്റിൽ നിന്ന് സ്റ്റൂളും പോകും. അതുപോലെ അതേ സമയത്ത് അതും മ്യൂരിയാറ്റിക് ആസിഡിന്റെ ഒരു സിംറ്റമാണ്. അതൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ കൂടെ നോക്കിയിട്ടാണ് ഞാൻ മ്യൂരിയാറ്റിക് ആസിഡ് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇത് യൂറിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ ബവൽസും റിമൂവ് ആവും, ഇത് ഈ അലോസ് പോലെ. അതും കൂടി ഒരു സിംറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്ന മെൻസ്ട്രൽ ടൈമില് ആനൽ പാർട്ടിൽ ഭയങ്കര സോർനെസ് ആന്ന് പറയും. അതുപോലെ തന്നെ പിന്നെ മ്യൂരിയാറ്റിക് ഒരു പർട്ടിക്കുലർ സിംറ്റമാണ് ഹെമറോയിഡ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി. അതും കൂടി ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ മ്യൂരിയാറ്റിക് ആസിഡ്, ഞാനിപ്പോൾ ഒരു സിംറ്റം പറഞ്ഞു എന്നേ ഉള്ളൂ, സ്റ്റെറിലിറ്റിയുടെ അല്ല. ഈ പ്രഗ്നൻസി പീരിയഡിൽ ഹെമറോയിഡ്സ് വരികയാണെങ്കിൽ മ്യൂരിയാറ്റിക് ആസിഡും, കോൺസ്റ്റിപ്പേഷൻ വരികയാണെങ്കിൽ സെപ്പിയും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഈ മ്യൂരിയാറ്റിക് ആസിഡിന്റെ അവര് പൊതുവെ ഡൾ ആൻഡ് ഒരു സ്ലോ ടൈപ്സ് ആയിരിക്കും. അവർക്ക് യൂറിനും അതുപോലെ തന്നെ പോകുള്ളൂ, ഫീബിൾ ആയിരിക്കും, വളരെ സ്ലോ ആയിട്ട് അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നാട്ടമ്പൂരിനെയൊക്കെ പോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആ മ്യൂരിയാറ്റിക് ആസിഡിന്റെ ചില സിംറ്റംസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ മ്യൂരിയാറ്റിക് ആസിഡ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇത്തിരി പ്രായമായ സ്ത്രീകളിലാണെങ്കിൽ ഞാൻ സാധാരണ കൊടുക്കുന്നത് കോണിയമാണ്. കോണിയം എന്ന് വെച്ചാല് അവർക്ക് പല കാരണങ്ങൾ കൊണ്ടും ഒരു ആബ്സിനൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഈ ഒരു ഗിഡിനെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ കോണിയം കൊടുക്കാറുണ്ട്. പിന്നെ കോണിയത്തിന് പിന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിനിറ്റ്, പിന്നെ ഈ കോണിയം പേഷ്യൻസ് എല്ലാത്തിനോടും അവർക്കൊരു മടുപ്പായിരിക്കും. അവര് എന്താ പറയുന്നത്, അവര് ഇൻഡിഫറൻസ് ആണ്. നമ്മുടെ സെപ്പിയുടെ ഇൻഡിഫറൻസ് അല്ല കോണിയത്തിന്റെ ഇൻഡിഫറൻസ്. അവരുടെ കോണിയത്തിന്റെ ഇൻഡിഫറൻസ് എന്ന് വെച്ചാൽ അവർക്ക് മടുത്തിട്ടാണ്. സെപ്പിയ അങ്ങനെയല്ല, സെപ്പിയ ജോലി ചെയ്തും ക്ഷീണിച്ചും ഒക്കെ ഉള്ളതാണ്. കോണിയത്തിന് അങ്ങനെയുള്ള ഇതുകൊണ്ടൊന്നുമില്ല, വെറുതെ അവർക്കൊരു അവര് ദേ ആർ ഡിഫറെന്റ് ടു എവറിത്തിങ്. അതുപോലെ തന്നെ ഒരു അവർക്കൊരു എക്സൈറ്റ്മെന്റ് വന്നു കഴിഞ്ഞാല് അത് അവർക്ക് ഭയങ്കര മെന്റൽ ഡിപ്രഷൻ വരുന്നുണ്ടാവും. അത് ഒരു ജോയ്ഫുൾ ആയാലും സാഡ് ആയിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആണെങ്കിലും അവർക്ക് ആ ഒരു മെന്റൽ സിംറ്റം, ഒരു ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും അവർക്ക് തോന്നുക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഈ ഇത് ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര പേടിയായിരിക്കും, പക്ഷെ അവര് സൊസൈറ്റി അവോയ്ഡ് ചെയ്യും. അങ്ങനെയാണെങ്കിലും നമുക്ക് ഇത് ചെയ്യാം.
പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ ഞാൻ പറഞ്ഞില്ലേ, സെക്ഷൽ ഡിസൈഡ് സപ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കോണിയം കൊടുക്കാം. പിന്നെ പിന്നെ അവർക്ക് ഈ മെൻസസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് എന്തെങ്കിലും വിധത്തിലേക്ക് ഒന്ന് വെള്ളത്തിലിട്ട് എന്തെങ്കിലും വല്ല കൂടുതൽ കൈ വെള്ളത്തിലിട്ട് കഴുകേണ്ടി വന്നാല്, അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യേണ്ടി വന്നാൽ അവർക്ക് മെൻസസ് നിന്നു പോകും. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ മെൻസസ് ആണെങ്കിലും വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും, വളരെ സ്കാൻറ്റി ആയിരിക്കും. ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ അവർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അവർക്ക് പിന്നെ ഒരു ഇതെന്ന് വെച്ചാല് ഒരു മെൻസസ് കഴിഞ്ഞ ഒരു 10 ദിവസം കഴിയുമ്പോൾ അവർക്ക് പ്രൊഫ്യൂസ് ലൂക്കോറിയ ഉണ്ടാവും. അങ്ങനെയാണെങ്കിലും നമുക്ക് കോണിയം കൊടുക്കാം. ഇതൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടിയേക്കുന്ന 1-2 കേസുകളാണ് കേട്ടോ. പിന്നെ ഈ എന്താണ് ഇപ്പൊ ഞാൻ പറയുന്നില്ലേ, ഇപ്പൊ കോണിയത്തിന് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടാണ് ഇത് പ്രത്യേകിച്ച് മെൻസസിന്റെ സമയത്ത് അവർക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറയും. അത് പറയുമ്പോൾ നമ്മുടെ സ്ട്രാമോണിയത്തിനും ഇതുപോലെ തന്നെ ഒരു ഇതുണ്ട്. അപ്പൊ അവർക്ക് എല്ലാത്തിനോടും പേടിയാണ്. പ്രത്യേകിച്ചും മെൻസസിന്റെ സമയത്ത് അവരുടെ ഹസ്ബൻഡ് പറയുന്നത്, എന്റെ ഡോക്ടറെ ആ മെൻസസിന്റെ സമയത്ത് അവൾക്ക് ഞാൻ ഇത്തിരി രാത്രി ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവൾ അങ്ങോട്ട് പേടിച്ച് വിറയ്ക്കണ പോലെയാണെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സ്ട്രാമോണിയം നല്ല നല്ല മെഡിസിനാണ്. ഈ മെൻസസിന്റെ സമയത്ത് ഭയങ്കര ഒരു പേടി തോന്നുമ്പോഴേ. അതുപോലെ തന്നെ ചില ഇത് പറയും, ഇവൾക്ക് എന്താ ചെയ്യണ്ടേ അല്ലെങ്കിൽ എന്താ പറയണ്ടേന്ന് ഒരു രൂപവും ഇല്ല ഡോക്ടറെ. അത് എന്താ അവള് കാണിക്കാൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അതിശയം തോന്നുന്നു ചില ഹസ്ബൻഡ് പറയും. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, ഇതിങ്ങനെ തോന്നുന്നത് ബിഫോർ മെൻസസ് ആണോ, ഡ്യൂറിങ് മെൻസസ് ആണോ, അതോ ആഫ്റ്റർ മെൻസസ് ആണോ എന്ന് ചോദിക്കും. ബിഫോർ മെൻസസ് ആണ് അങ്ങനെ ഒരു ഇൻഡിസിഷൻ, ഒരു ഇൻഡിസൈസീവ് ഫീലിംഗ് ഉണ്ടാവുക എന്ന് പറയുകയാണെങ്കിൽ അതിന് നമ്മൾ സെപ്റ്റിയ നല്ല മെഡിസിനാണ്. അതേ സമയത്ത് ഈ മെൻസസിന്റെ സമയത്താണ് ഇങ്ങനെ ഒരു ഇത് തോന്നണമെങ്കിൽ ഫോസ്ഫറസ്. അതുപോലെ തന്നെ മെൻസസ് കഴിഞ്ഞിട്ടാണെങ്കിൽ നാട്രമോൾ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇനി ഒരു കേസ് വന്നേക്കണേ, അതായത് ഒരു കാരണവുമില്ല, അതായത് വേദനയില്ല, ഫ്ലോ ആണെങ്കിൽ നോർമലാണ്, പിന്നെ എന്താണ് എല്ലാം വേറെ ഒരു കുഴപ്പവും ഇല്ല, കറക്റ്റ് സമയത്ത് വന്നു. എന്നാലും ആ സമയത്ത് അവര് പറയും മെൻസസിന്റെ സമയത്ത് മരിച്ചാ മതിയായിരുന്നു എന്ന്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ അത് ഓറമെറ്റാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത്, 1-2 പ്രാവശ്യം കൊടുത്തേക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ. പക്ഷെ എവിടെയാ ഞാൻ വായിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ബെർബറിസ് വൾഗാരിസിന് ഈ ഒരു സിംറ്റം ഉണ്ട്. അതായത് ഒരു കാരണമില്ലാതെ മെൻസസിന്റെ സമയത്ത് ദേ വാണ്ട് ടു എൻഡ് ദെയർ ലൈഫ്, അവർക്ക് മരിച്ചാൽ മതി എന്നുള്ളൊരു തോന്നൽ വരുന്നു പറഞ്ഞു. അതിന് ബെർബറിസ് വൾഗാരിസ് കൊടുത്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പിന്നെ ചിലര് പറയും, ഞാൻ ഇത്തിരി ഒരു സ്മോളൊക്കെ അടിക്കുന്ന പാർട്ടിയാണ് ഡോക്ടറെ, പക്ഷെ ഞാൻ എത്ര നിർബന്ധിച്ചാലും അവള് ഒരു പെഗ് അടിക്കുക അല്ലെങ്കിൽ ഒരു സിപ്പ് ചെയ്യുക ഒന്നും ചെയ്യൂല. പക്ഷെ മെൻസസ് വരുന്നതിന് ഒരു 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ആൽക്കഹോൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അവൾ എനിക്ക് കമ്പനി തരുന്ന വിധത്തിൽ അവൾ വന്നിങ്ങനെ ഓരോ സിപ്പ് ചെയ്യുമെന്ന് പറയും. അതിന് സെലേനിയം ഒരു റയർ ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. ഇതൊക്കെ എനിക്ക് ഓരോരുത്തന്ന് വായിച്ചിട്ട് കിട്ടിയിട്ട് ഞാൻ കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയേക്കണെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പൊതുവെ സ്ട്രാമോണിയത്തിന് ഒരു പേടിയുണ്ട്, കാർബിനും ഒക്കെ ഉണ്ട്, ഒന്നിങ്ങനെ തൊട്ടാലോ അല്ലെങ്കിൽ ഒരു ഒച്ച കേട്ടാലോ ഒക്കെ പേടിയുണ്ട്. പക്ഷെ കൽക്കരിയ കാർബിന് ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് മെൻസസിന് മുൻപ് ഒന്നിങ്ങനെ ഒരു ചെറിയൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവര് ഇങ്ങനെ പെട്ടെന്ന് പേടിക്കും. അത് കൽക്കരിയ കാർബ് ഇതാണ്. പിന്നെ ഞാൻ സാധാരണ ഈ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാല് ഈ സമയത്ത് ഇവർക്ക് ഇങ്ങനെ ഈ എക്സൈറ്റ്മെന്റ് കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് തോന്നുകയാണെങ്കിൽ ഞാൻ അവർക്ക് കൽക്കരിയ കാർബ് 200 അല്ലെങ്കിൽ കോഫിയോ 200 അഥവാ അവര് അങ്ങനെ കൽക്കരിയ കാർബാണ് കൊടുക്കേണ്ടി വരുന്നതെങ്കിൽ അവർക്ക് പ്രഗ്നൻസി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 200 ഒരു ഡോസ് കൊടുക്കാറുണ്ട്. അവർ എക്സൈറ്റ്മെന്റ് കൊണ്ട് അവർക്ക് ഇനി അത് അബോർഷൻ ആയി പോകരുതെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എന്താ പറയണേ, പിന്നെ പറയും ചിലര് പറയും ആ മെൻസസിന്റെ സമയം അവര് ഇൻഫെർട്ടൈൽ പീപ്പിൾ ആയിരിക്കും, അവരെന്നാലും ആ 28 ദിവസം നോക്കി വെച്ചോണ്ടിരിക്കും. 28ാമത്തെ ദിവസം മെൻസസ് വന്നില്ലെങ്കിൽ
അവൾ ആകെ ഒരു എന്താ പറയുന്ന ഒരുമാതിരി ബെരുവിനെ പോലെയാണ് ഡോക്ടറെ. അവൾ ആകെ ഒരു റെസ്റ്റ്ലെസ് ആണ്. ഇത് ഒരു ബുദ്ധിമുട്ടാണ് അവൾക്ക്. എന്റെ തല തിന്നും മിക്കവാറും അവള് ആ സമയത്ത് എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് സൈക്ലാമിൻ നല്ല മരുന്നാണ്. സൈക്ലാമിനും പൾസാറ്റിലെയും ഏകദേശം കുറെയൊക്കെ സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ സൈക്ലാമിന്റെ ഇതെന്ന് വെച്ചാൽ സൈക്ലാമിന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ എന്നെ വിളിച്ചു. എന്താ ചാണ്ടേ കോള് വന്നിട്ടേ. സൈക്ലാമിനും പൾസാറ്റിക്കും ഒക്കെ നല്ല ഇതുണ്ട് കേട്ടോ. പൾസാറ്റിലെ ഓപ്പൺ എയർ അമിഗ്രേഷൻ ആണെങ്കിൽ സൈക്ലാമിന് ഓപ്പൺ എയർ അഗ്രവേഷൻ ആണ്. അപ്പൊ അങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞാല് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആന്റിയം ക്രൂഡ് ഒരു സെന്റിമെന്റൽ ഡ്രഗ് ആണല്ലോ. ഈ എന്താണ് മൂൺ ഫേസിലൊക്കെ കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ ആന്റിയം ക്രൂഡിനുള്ള ഇനി ഒരു സിംറ്റം മെൻസ്ട്രൽ പീരിയഡിൽ അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, സെന്റിമെന്റൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആന്റിയം ക്രൂഡ് നമുക്ക് അവിടെ കൊടുക്കാം. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഈ മെൻസസ് കഴിഞ്ഞാൽ നോർമലായിരിക്കും, വേറെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ പറയുന്ന അവർക്ക് ഭയങ്കര ക്ഷീണമാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അലൂമിന നമുക്ക് മെഡിസിൻ കൊടുക്കാം. ഞാനിതൊക്കെ വേറെ ഒരു സിംറ്റം കിട്ടിയില്ലെങ്കിൽ മെൻസ്ട്രൽ സിംറ്റം മാത്രം നോക്കി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, അത്രയൊക്കെ ഉള്ളൂ ഞാൻ അതിന്റെ കാര്യത്തെ പറ്റി പറയുന്നത്. ഇനി കുറച്ച് ശാന്ത പറയാം അല്ലെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് പറയാം. പിന്നെ ശാന്തചന്ദ്രൻ മാഡം കൂടെ പറഞ്ഞിട്ട് ഈ സംശയങ്ങള് വരുന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയാം. ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. കേട്ട് ഞങ്ങളുടെ ടോക്ക് കേട്ട് മടുത്തവരായിരിക്കും മിക്കവാറും. ഇല്ല അങ്ങനെ ഇല്ല. പീരീഡ്സിന്റെ ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി കുറെ ക്ലാസ്സുകൾ കഴിഞ്ഞാണ്. അപ്പൊ നമുക്ക് ഇൻഫെർട്ടിലിറ്റിയിൽ വരാവുന്ന മെഡിസിനെ കുറിച്ച് പറയാന്നുള്ളതാണ് ഞാൻ രമയോട് പറഞ്ഞു. നമുക്ക് മോസ്റ്റ്ലി വരാവുന്ന മെഡിസിൻസ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി പറയുമ്പോൾ നമ്മൾ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻസ്, ഒന്നാമത്തെ കാര്യം സൾഫർ തന്നെ എടുക്കാം. സൾഫർ, കൽക്കേരിയ, ലൈക്കോപോഡിയം കൊടുക്കുമ്പോൾ നമ്മളുടെ ഒരുവിധം കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മയാസ്മാറ്റിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കുറെ കറക്റ്റ് ചെയ്യുമെന്നാണ് എന്റെ ധാരണ. ഞാൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാറ് മെഡിസിൻ. ഒരു സൾഫർ, കൽക്കേരിയ, ലൈക്കോപോഡിയ നമ്മൾ അത് എസോസ്പോമിയ കേസിലാണെങ്കിലും പിന്നെ ഇൻഫെർട്ടിലിറ്റി ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിലാണെങ്കിലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ, PCOD, ഇറഗുലർ മെൻസസ്, അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് സൾഫർ, കൽക്കേരിയ, ലൈക്കോപോഡിയം വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. അത് 200 തുടങ്ങിയിട്ട് നമ്മൾ 1 10 വരെ നമുക്ക് കൊടുക്കും. പിന്നെ നമുക്ക് ഈ ഇതിൽ വരുന്നത് പ്ലാറ്റിന നല്ലൊരു മെഡിസിൻ. പ്ലാറ്റിന നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ, കല്യാണം കഴിഞ്ഞ ഒരു പുതിയ വീട്ടിലേക്ക് പോയി അവിടുത്തെ സിറ്റുവേഷനുമായിട്ട് യോജിക്കാൻ പറ്റും. പുതിയ വീട്ടിലേക്ക് ചെന്നിട്ടുള്ള ഒരു ഇൻഡിഫറൻസും ആ സമയത്ത് ഈ പെൺകുട്ടികൾക്ക് ഭയങ്കര സിവിയർ പെയിൻ വരും. ഡിസ്മെനോറിയ, എൻഡോമെട്രിയോസിന്റെ ബെസ്റ്റ് മെഡിസിൻ ആണ് പ്ലാറ്റിന. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഓവുലേഷൻ ഇല്ലാത്ത കേസുകളിലും നമുക്ക് പ്ലാറ്റിന കൊടുക്കാം. പ്ലാറ്റിന വരാവുന്ന കണ്ടീഷൻ, പ്രത്യേകിച്ച് സിറ്റുവേഷൻ ഇങ്ങനെ നമ്മളെ സർക്കംസ്റ്റൻസ് മാറുമ്പോൾ വരുന്ന കംപ്ലൈന്റ്, അതുകൊണ്ട് എൻഡോമെട്രിയോസിസ് വരും, ഡിസ്മെനോറിയ വരും. അപ്പൊ ആ കേസിൽ എനിക്കൊരു കേസ് പ്ലാറ്റിനയുടെ പെയിൻ ഫ്ലോ ഉള്ളപ്പോ ഡ്യൂറിങ് ദ ഫ്ലോ അവർക്ക് വേദന ഉണ്ടാവും. ഇത് ആക്ടിയോറിസിമസയ്ക്ക് മോർ ദ പെയിൻ, മോർ ദ ഫ്ലോ, മോർ ദ പെയിൻ ആണ്. പിന്നെ ലാക്കനൈറ്റിനാണെങ്കിൽ ഈ പെയിൻ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഫ്ലോ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും പെയിൻ റിലീവ് ആവും. അതേസമയത്ത് ഈ ഗ്രാഫൈറ്റീസിനാണെങ്കിൽ ഫ്ലോ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ഗ്രാഫൈറ്റീസിന് വേദന തുടങ്ങാറുണ്ട്. പക്ഷെ ഈ എന്താണ് ലാക്കനൈറ്റിന് പെയിൻസ് റിലീവ്ഡ് ബൈ ഇൻക്രീസ്ഡ് ഫ്ലോ. അതേസമയത്ത് ആക്ടിയോറിസിമസിക് ആണെങ്കിൽ പെയിൻ എത്ര ഉണ്ടെങ്കിലും
ഈ വേദന കൂടിക്കൊണ്ടേയിരിക്കും. പ്ലാറ്റിനയ്ക്ക് അങ്ങനെയല്ല. പ്ലാറ്റിനയ്ക്ക് ഈ ഇത് ഫ്ലോ ഇതായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്കും പെയിനും കുറഞ്ഞു വരും. ഫ്ലോ വരുമ്പോഴേ പ്ലാറ്റിന ഞാൻ അതിന് ഒരു കേസ് പറയാമെങ്കിൽ ഒരു ബ്രാഹ്മൺ ഫാമിലിയിലേക്ക് ഒരു അബ്രാഹ്മൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീട്ടിൽ ചെന്നിട്ടുള്ള സിറ്റുവേഷൻസ് അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്ന് ഈ കുട്ടി വീടിന്റെ അകത്ത് തന്നെ ഇരിക്കലായിരുന്നു. അത് ആ കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങി അതിന് സിവിയർ ഡിസ്മെനോറിയ, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് കൊടുത്തത് ഞാൻ പ്ലാറ്റിന കൊണ്ടാണ് ആ കുട്ടി കൺസീവ് ആയത്. ഞാനിതൊരു സിംറ്റം നോക്കിയുള്ളൂ, ഡിസ്മെനോറിയ. ആ ഹസ്ബൻഡിനും കൗണ്ടിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഡിസ്മെനോറിയക്കും എൻഡോമെട്രിയോസിസ് പ്ലാറ്റിന കൊണ്ടാണ് ഞാൻ കറക്റ്റ് ചെയ്തത്. ആ സിറ്റുവേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ വരുന്ന കംപ്ലൈന്റിനാണ് പ്ലാറ്റിന. പിന്നെ ഈ കൊണയം പറഞ്ഞത്, കൊണയം കുറച്ച് എൽഡർലി ആയിട്ടുള്ള ലേഡീസിന് വരുന്ന ഈ ഇൻഫെർട്ടിലിറ്റിയിൽ നമുക്ക് അവർക്ക് എല്ലാത്തിനും മടുപ്പും, രമ പറഞ്ഞ പോലെ എല്ലാം മടുപ്പും ഇതെല്ലാം പറയുമ്പോൾ 2 പേർക്കും കൊടുക്കാവുന്ന മരുന്നാണ് കൊണയം. ഹസ്ബൻഡിനും കൊടുക്കാം, കുറച്ച് എൽഡർലി പ്രൈമി ആയിട്ട് വരുന്നവർക്ക് കൊടുക്കാവുന്ന മെഡിസിൻ ആണ് കൊണയം. പിന്നെ നമുക്ക് ഈ ഒരു ഓവുലേഷനൊക്കെ ഓവം കറക്റ്റ് ആയിട്ട് വലുതായില്ല, അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ പീരീഡിന്റെ ബ്ലീഡിങ് നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു 1 വീക്ക് ഫോളിക്കുലിനം ഊഫോറിന് കൊടുക്കാമെങ്കിൽ നമുക്ക് ആ ഓവുലേഷനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പീരീഡിന്റെ ഒരു ബ്ലീഡിങ് നിൽക്കണമെന്ന് തുടങ്ങിയിട്ട് ഊഫോറിന്, ഫോളിക്കുലിന്, തൈറോയിഡ് ഇത് 3 കൊടുക്കാമെങ്കിൽ ആ ഓവുലേഷൻ കറക്റ്റ് ചെയ്ത് കൺസീവ് ആകാനായിട്ട് അത് സഹായിക്കും. അതിന്റെ കൂടുതൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ ബ്ലീഡിങ്ങിന്റെ സമയത്ത് ഒരു 3rd, 4th, 5th FSH 200-ഉം ഒരു 10th, 11th, 12th LH 200-ഉം കൂടി കൊടുക്കുകയാണെങ്കിൽ ഇതില് ഈ സ്റ്റിമുലേഷൻ കൂടുതലായിരിക്കും, ഓവുലേഷൻ ശരിക്കും ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മുടെ പത്മനാഭൻ ഡോക്ടറുടെ ടിപ്പാ. ഓക്കെ ശാന്തേ, യൂരിയാറ്റിക് ആസിഡ് ആയ കണ്ണടച്ചിരുന്നപ്പോഴത്തേക്കും കണ്ണടഞ്ഞു. ഞാനത് എഴുതുമായിരുന്നു. ഇനി നമുക്ക് വരണം ഇപ്പൊ പ്ലാറ്റിന. നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും അറിയാം, നമുക്ക് ഹോർമോണൽ ഇംബാലൻസിന് കൽക്കേരിയേക്കാളും നല്ല മെഡിസിനാണ് അതിന്റെ ഏത് സ്റ്റേജിൽ കൽക്കേരിയ. അതുകൊണ്ടാണ് സൾഫർ കൽക്കേരിയ ലൈക്കോപീഡിയം പറയുന്നത്. പിന്നെ വരാവുന്ന സെപ്പിയ ഇന്നലെ നല്ല ഇലാബറേറ്റഡ് ആയിട്ട് സെപ്പിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഫെർട്ടിലിറ്റിയിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വരുന്ന ബോത്ത് ഫീമെയിലും മെയിലിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിനാണ് സെപ്പിയ. ഇനി നമുക്ക് ലൈക്കോപോഡിയം പീരീഡ് വരാത്തവർക്കും ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും കൗണ്ട് ഇല്ലാത്തവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ലൈക്കോപോഡിയം. പൊട്ടൻസി 10 കൊടുക്കും പീരീഡ് വരാത്തവർക്കും എല്ലാം. പിന്നെ ലൈക്കോപോഡിയത്തിന് അങ്ങനെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. കൗണ്ട് കുറവിനും 10 ആണോ? അതെ, കൗണ്ട് കുറവിനും 10 തന്നെ, ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും 10 തന്നെ. പിന്നെ പീരീഡ് വന്നില്ലെങ്കിൽ നമുക്ക് അമിനോറിയ കേസിന് നമുക്ക് 10 കൊടുക്കാം. ഒരു ലൈക്കോപോഡിയം 10 ലൈക്കോപോഡിയം കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട്. ആന്റി മയാസ്മെറ്റിക് ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കണേ ശൈല. അപ്പൊ 10 സാധാരണ സൾഫർ, കൽക്കേരിയ കാർബ്, ലൈക്കോപോഡിയം 10. പിന്നെ എല്ലാ സമയത്തും പീരീഡ് സമയത്ത് കോളറ ലൈക്ക് സിംറ്റംസ്, എന്ത് കംപ്ലൈന്റ് പീരീഡിന്റെ എപ്പോഴും പീരീഡ് റിലേറ്റഡ് ആയിട്ട് എല്ലാ കംപ്ലൈന്റ്സ് വരുമ്പോൾ നമുക്ക് ആ കൺസീവ് ചെയ്യാത്ത പേഷ്യൻസിൽ അമോണിയം കാർബ് കൊടുക്കാം. എസ്പെഷ്യലി റെസ്പിറേറ്ററി കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അമോണിയം കാർബിന് അതിനൊരു എല്ലാ കംപ്ലൈന്റ്സും ആ സമയത്ത് കൂടുന്നതായി അമോണിയം കാർബ് നല്ലതായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീരീഡ് വരുന്നതിന് മുമ്പ് വയറിളകിയെന്ന് ചില പേഷ്യൻസ് പറഞ്ഞു. അവർക്ക് തന്നെ ഓവറിൻ സിസ്റ്റ് കാണാം, ബ്രോഡ് ലിഗ്മെന്റിന്റെ സിസ്റ്റ് കാണാം, അല്ലെങ്കിൽ ഓവറിക്ക് പുറത്തോ
ഒക്കെ ആ ഒരു സിസ്റ്റിക് കണ്ടീഷനും കൂടെ വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ബോവിസ്റ്റൺ അല്ല ആക്ഷൻ കിട്ടും. പീരീഡ് ഇന്ന് തുടങ്ങുമ്പോൾ ഒരു ലൂസ് മോഷൻ, അപ്പൊ അത് പ്രോസ്റ്റാഗ്ലാൻഡിന്റെ എഫക്റ്റ്, അത് ആ ഒരു ഇംബാലൻസ് കൊണ്ടാണ് അത് വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ ബോവിസ്റ്റൺ ഉപകാരം ചെയ്യും. നമുക്ക് അത് കൺസീവ് ചെയ്യാനും ആ കണ്ടീഷൻ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനും നമുക്ക് ബോവിസ്റ്റൺ നല്ലതാണ്. ഓവുലേഷൻ ഓവുലേഷൻ ഉണ്ടാക്കാനായിട്ട് പ്ലാറ്റിന 30 നല്ലൊരു മെഡിസിൻ ആണ് കേട്ടോ. പ്ലാറ്റിന 30 ലോ AMH വരുമ്പോ ഫോർണം 30 നമുക്ക് കൊടുക്കാം. ഇനി ആരെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻ പിന്നെ ചോദിക്കട്ടെ? പ്ലാറ്റിനയ്ക്ക് ഇനിയൊരു ഇതെന്ന് വെച്ചാല് വെളിയിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർക്ക് വയറ്റിൽ നിന്ന് പോവില്ല. 4-5 ദിവസം പോലും അവർക്ക് വയറ്റിൽ നിന്ന് പോവാതെ ഇരിക്കും. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അവർക്ക് വയറ്റിൽ നിന്ന് പോകാൻ പ്രയാസമായിരിക്കും. അതിന് പ്ലാറ്റിന. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു പ്ലാറ്റിനയുടെ ഒരു മെന്റൽ ഇതുണ്ട്. അവര് ദേ ആർ സുപ്പീരിയർ ടു എവരിബഡി എന്നുള്ള ഒരു വിചാരം. അതുപോലെ തന്നെ അവരുടെ മെന്റൽ സിംറ്റംസ്, ഫിസിക്കൽ സിംറ്റം എപ്പോഴും ആൾട്ടർനേറ്റ് ചെയ്ത് വരും. മെന്റലി അവർ ഓൾറൈറ്റ് ആണെങ്കിൽ ഫിസിക്കലി അവര് they will not be fit. ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ അവർ മെന്റലി they will not be fit. അത് എപ്പോഴും ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റിനയുടെ ഇതെന്ന് വെച്ചാൽ ഏത് വേദനയാണെങ്കിലും ഇങ്ങനെ പതുക്കെ കൂടും, അതുപോലെ തന്നെ പതുക്കെ കുറയുള്ളൂ. മെൻസ്ട്രൽ കോളിക്കൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ബെൽഡോണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇതാവുമല്ലോ, ഈ പെട്ടെന്ന് വേദന കൂടും, പെട്ടെന്ന് കുറയും. അങ്ങനെയല്ല, പ്ലാറ്റിനയുടെ ഗ്രാജുവൽ ആണ് പെയിൻ വരുന്നതും അതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റിനയ്ക്ക് ഇതൊരു ഇതെന്ന് വെച്ചാല് അവര് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇത് മോഷൻ പാസ് ചെയ്യാൻ പ്രയാസമാണ്. പിന്നെ അങ്ങനെ അഥവാ പാസ് ചെയ്യുകയാണെങ്കിലും ആ മോഷൻ ഇറ്റ് അഡ്ഹേഴ്സ് ടു ദ റെക്ടൽ പാർഷൻ ആണ്. അതായത് പ്ലാറ്റിന ഇത് ഈ ഇതുപോലെ ഗ്രീസ് പോലെ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. കഴുകി കളയാൻ പ്രയാസമാണെന്ന് അവർ പ്രത്യേകിച്ച് പറയും. അതാണ് പ്ലാറ്റിനയുടെ ഒരു പ്രത്യേക ഇത് പറയുന്നത്. അടുത്ത മെഡിസിൻ പറയുന്നത് പ്ലംബമാണ്. പ്ലംബം എന്ന് വെച്ചാൽ നമുക്കൊരു എവറി 3 months അബോർഷൻ പറയുന്ന കേസിൽ ആ യൂട്രൈൻ വാൾസ്, യൂട്രൈൻ മസിൽസ് പിന്നെ അത് വികസിക്കാത്തതിന്റെ അതുകൊണ്ടാണ് യൂട്രൈൻ അത് കാരണമാണ് ആ അബോർഷൻ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് അവിടെ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി പറയുന്ന ഒരു പേഷ്യന്റിന് പ്ലംബം 0/3 ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഒരു പേഷ്യന്റ് ഇൻഫെർട്ടിലിറ്റിയിൽ തന്നെ ഒരു ആഫ്റ്റർ കോയിഷൻ നമുക്ക് ഈ സെമൻ കംപ്ലീറ്റ് പുറത്തേക്ക് പോകണം എന്ന് പറയുന്ന ഒരു കേസിൽ നമുക്ക് പ്ലംബം സെമൻ പുറത്തേക്ക് പോകുന്നു, അതിന്റെ കൂടെ ഒരു സിവിയർ കോൺസ്റ്റിപ്പേഷനും കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് പ്ലംബം 50 കൊടുക്കാം. 2-3 ഡോസ് കൊടുക്കാം. ഒരു അബോർഷനും സെമൻ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന കേസിൽ നമുക്ക് സിവിയർ കോൺസ്റ്റിപ്പേഷനും കൂടെ 3 ഇതും കൂടെ വന്നാല് നമുക്ക് പ്ലംബം 50 ബിഫോർ പ്രഗ്നൻസി പ്ലംബം 50 കൊടുക്കാം. ഡ്യൂറിങ് പ്രഗ്നൻസി അബോർഷൻ ആവാതിരിക്കാനായിട്ട് പ്ലംബം 0/3 കണ്ടിന്യൂസ് ആയിട്ട് 5 മാസം വരെ കൊടുക്കാം. അതുപോലെ നാട്രം കാർബിന്റെ ഒരു പ്രത്യേക സിംറ്റം ഉണ്ട്. സെമൻ നെവർ റിട്ടൈൻസ് ഇൻ ദ വെജൈന. അത് ഇങ്ങനെ ഇത് ചെയ്ത് പോകുമ്പോഴേക്കും തന്നെ വെളിയിൽ പോകും. അത് നാട്രം കാർബ് വളരെ നല്ല മെഡിസിനാണ്. നാട്രം കാർബ് എന്തോ ഒരു ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ഹരിഹരൻ. അത് പറയട്ടെ. ഹരിഹരൻ സാർ. ഹരിഹരൻ സാർ, ഞാൻ ഹരിഹരനും കൂടി പറയട്ടെ ബാക്കി ലേഡീസിന്റെ ഒക്കെ ഒന്ന്. ഹരിഹരൻ സാറ് ഞാൻ അൺമ്യൂട്ട് ചെയ്ത് എനിക്ക് ഇവരുടെ അത്രയൊന്നും ഈ ഇൻഫെർട്ടിലിറ്റിയിലെ അനുഭവങ്ങളില്ല. എന്നാൽ അനുഭവങ്ങൾ ഇല്ലാതില്ലേ, ഉണ്ടും താനും. ഞാൻ ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഇതിനെ ഈ ഗൈനക്കോളജി പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്നത്. ആ പ്രത്യേക രീതി ഞങ്ങൾക്കും കൂടെ പറഞ്ഞു തരൂ. അല്ല, ആ പ്രത്യേക രീതി എന്ന് പറഞ്ഞാല് നിങ്ങളുടെയൊക്കെ രീതി തന്നെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കും. ആ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ കൂട്ടത്തില് ഈ പത്തോളജിക്കൽ മെഡിസിൻസ് കൂടെ കൊടുക്കും. എനിക്ക് റിസൾട്ട് കിട്ടാറുണ്ട്. ഇപ്പൊ പത്തോളജിക്കൽ മെഡിസിൻസ്, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല.
കാര്യം ദാറ്റ് ഇസ് എ വാസ്റ്റ് സബ്ജക്ട്. പക്ഷെ മറ്റേതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന മെഡിസിൻസ് പറയാം. ഒരു മെഡിസിൻ ഞാൻ യുസ്റ്റിലാഗോ മയാഡിസ് ഉപയോഗിക്കാറുണ്ട്. യുസ്റ്റിലാഗോ മയാഡിസ് അത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഫ്ലാബി കണ്ടീഷൻ ഓഫ് യൂട്രസ്, അതിനാണ് ഏറ്റവും നല്ലത് യുസ്റ്റിലാഗോ മയാഡിസ്. പിന്നെ ഈ സെർവിക്സ് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ യുസ്റ്റിലാഗോ നല്ല മെഡിസിൻ, സെർവിക്സ് ബ്ലീഡിങ്ങിന് ബെസ്റ്റ് മെഡിസിൻ ആണ്. പിന്നെ ഈ മെൻസ്ട്രുവൽ ടൈമില് ഈ നെർവസ് ഹെഡേക്ക് വരുവാണെങ്കിൽ യുസ്റ്റിലാഗോ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. പിന്നെ അതിനോട് കൂടെ തന്നെ ഈ ഐബാൾസിന് പെയിൻ വരുവാണെങ്കിലും അറ്റ് ദി ടൈം ഓഫ് പീരീഡ് വരുവാണെങ്കിൽ യുസ്റ്റിലാഗോ നമുക്ക് ഉപയോഗിക്കാം. ലാക്രിമിനേഷനും കൂടെ കാണും ഇതിന്റെ കൂട്ടത്തിൽ യുസ്റ്റിലാഗോ മയാഡിസിന്. പിന്നെ മുടി കൊഴിച്ചിൽ പറയും ചില സ്ത്രീകള്, മുടി കൊഴിച്ചിൽ പറയുകയാണെങ്കിലും നമുക്ക് ഇത് കൊടുക്കാം. അതുപോലെ തന്നെ പിമ്പിൾസ് ഉണ്ടാകുന്നതിനും ഈ പീരീഡ് സമയത്ത് പിമ്പിൾസ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് യുസ്റ്റിലാഗോ ഉപയോഗിക്കാവുന്ന. പിന്നെ നിങ്ങൾ പ്ലാറ്റിനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ അമ്പാടിയും ഡോക്ടർക്കും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ അതിനകത്ത് ഞാൻ നോക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവരുടെ ഒരു ഫീലിംഗ് ഉണ്ട്. ഈ ടൈസ് അവര് പറയും ദാറ്റ് ഈസ് ടു ടൈറ്റ് ഓർ ടൈറ്റ്ലി. പിന്നെ എന്നിട്ട് അത് കൂടാതെ അവർ ആ തൈസിന്റെ അവിടെ ശരിക്ക് റാപ്പ് ചെയ്യും, തുണിയോ എന്തെങ്കിലും വെച്ച് റാപ്പ് ചെയ്യും. അത് അവരുടെ ഒരു സ്വഭാവമാണ് പ്ലാറ്റിനയ്ക്ക്. പിന്നെ കാലകത്തി വെച്ചേ കിടക്കത്തുള്ളൂ എപ്പോഴും പ്ലാറ്റിന. അത് ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. സ്ലീപ്പ് വിത്ത് ലെഗ്സ് എപ്പാർട്ട്. അത് 2 മരുന്നേ ഉള്ളൂ നമുക്ക് മെറ്റീരിയ മെഡിക്കല്. ഒന്ന് പ്ലാറ്റിനായും ഒന്ന് കമോമിലയുമാണ്. കാലകത്തി വെച്ച് കിടക്കുക. ഉണ്ടോ? പക്ഷെ ഈ പ്ലാറ്റിനയ്ക്ക് അതുണ്ട്. അത് ഞാൻ മെറ്റീരിയ മെഡിക്കൽ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ പെയിൻസ് അവരുടെ ഈ പീരീഡ്സിന്റെ പെയിൻ ആണെങ്കിലും പെയിൻ ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ഗ്രാജുവലി. അതായത് ബെൽഡോണയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടും. അതായത് പെയിൻ ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ഗ്രാജുവലി, അത് പ്ലാറ്റിനയ്ക്കുള്ളതാണ്. പിന്നെ പെയിൻ ഇൻ അംബലിക്കൽ റീജിയൻ എക്സ്റ്റെൻഡിങ് ത്രൂ ബാക്ക്, അതും പെയിൻ പ്ലാറ്റിനയുടെ ഒരു പ്ലംബത്തിനല്ലേ ഡോക്ടറെ? അതൊരു പ്ലംബത്തിനുണ്ട്. പ്ലംബത്തിന് സ്ക്യൂസിങ് പെയിൻ അറ്റ് അറൌണ്ട് നേവൽ ഏരിയ. അതെന്താ ഈ ആസിഡ് സ്ട്രിങ്സ് ഇങ്ങനെ എന്താ വലിച്ചു പിടിക്കുന്നത്. ഡോക്ടറെ ഈ സെർവിക്സ് നേരത്തെ ഓപ്പൺ ആവണതിന് എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഡോക്ടർക്ക്? സർവീസ് നേരത്തെ ഓപ്പൺ ആകുന്നതിനോ? ഒരു കണ്ടീഷൻ ടീച്ചറിട്ടിട്ട് അവര് ഇത് ചെയ്യുമല്ലോ. അതെനിക്ക് അറിയാമെന്നില്ല. ഏതെങ്കിലും ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ. ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ. പിന്നെ അവർക്ക് വേറെ 2 സിംറ്റം പ്ലാറ്റിനയുടെ നമ്മളെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റം ആണ് ഈ ട്വിച്ചിങ് ഓഫ് ലിഡ്സ്. കണ്ണിങ്ങനെ തുടിക്കും, ട്വിച്ചിങ് ഓഫ് ലിഡ്സ്. പിന്നെ കൂടാതെ ക്രീപ്പിംഗ് ആൻഡ് നംനെസ് ഓഫ് ദി ഫേസ്, അത് പ്ലാറ്റിനയ്ക്ക് ഉള്ളതാണ്. അതാണ് പ്ലാറ്റിനയുടെ. പിന്നെ ഗ്രാഫൈറ്റിസ്, ഗൈനക്കോളജിയിലെ പ്രധാന ഒരു മരുന്നാണ് ഗ്രാഫൈറ്റിസ്. അത് ഈ എസ്പെഷ്യലി ലൂക്കോറിയ, ഗഷിങ് ലൂക്കോറിയ ആണ് ഗ്രാഫൈറ്റിസിന്. അതുപോലെ വൈറ്റ് എക്സ്കോറിയേറ്റിംഗ് ആണ്. പക്ഷെ ആ സമയത്ത് കോൾഡ് ഫീറ്റ് ആണ് അവര് കാല് തണുത്തിരിക്കും. പിന്നെ മോർണിംഗ് സിക്നസ് ഡ്യൂറിങ് മെൻസസ് പറയുന്നത് ഈ വൊമിറ്റിംഗ് ഡ്യൂറിങ് മെൻസസ്, അത് ഗ്രാഫൈറ്റിസിന് പറയുന്നുണ്ട്. വേറെ മെഡിസിൻസ് ഉണ്ട്, എന്നാലും ഗ്രാഫൈറ്റിസിനും അത് പറയുന്നുണ്ട്. പിന്നെ ഇറിറ്റബിൾ മെൻസസ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും ഈ ഗ്രാഫൈറ്റിസ് പേഷ്യന്റ്. പിന്നെ എക്സ്കോറിയേഷൻ ബിറ്റ്വീൻ തൈസ്, അവിടെയൊക്കെ ഇങ്ങനെ വിണ്ടുകീറി ഇരിക്കും, അതിന് ഗ്രാഫൈറ്റിസ് നല്ലതാണ്. പിന്നെ അവരുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഇത് സാധാരണയായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനില് ഒബീസ് വുമൺ, അത് ഗ്രാഫൈറ്റിസിന്റെ ഒരു പ്രത്യേകമാണ് വിത്ത് ദി ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിപ്പേഷൻ.
അത് നമുക്ക് ഒരു വണ്ടർഫുൾ പോയിന്റ് ആണ് അത്. തടിച്ച സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിത്ത് കോൺസ്റ്റിപ്പേഷൻ, ദറ്റ് ഈസ് ഗ്രാഫൈറ്റിസ് ആണ്. പിന്നെ ഈ അനീമിക് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വിത്ത് റെഡ് ഫേസ്, അതാണ് അതിന്റെ കോൺട്രഡിക്ടറി സിംറ്റം ആണ്. അനീമിയ വിത്ത് റെഡ് ഫേസ്. സാധാരണയായിട്ട് അനീമിയ വരികയാണെങ്കിൽ പെയിൽ ഫേസ് അല്ലേ വരണ്ടേ, അതിന് പകരം ഗ്രാഫൈറ്റിസിന് റെഡ് ഫേസ് ആണ്. പിന്നെ ഈ സ്കിൻ സിംറ്റംസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പെയിൻ അമിലിയറേഷൻ ബൈ ഈറ്റിംഗ്, ഗ്രാഫൈറ്റിസിന് ഉള്ളതാണ് അമിലിയറേഷൻ ബൈ ഈറ്റിംഗ്. അത് നമുക്ക് സാധാരണ കിട്ടാറുള്ളതാണ്. അനാക്കാർഡിയത്തിന്റെ പോലെ തന്നെ ഞാൻ ഈ അനാക്കാർഡിയവും കൊടുത്തിട്ടുണ്ട്, അതേസമയം ഗ്രാഫൈറ്റിസ് കൊടുത്ത് കുറച്ചിട്ടുണ്ട്. ഈ പെയിൻ അബ്ഡോമൻ അമിലിയറേഷൻ ബൈ ഈറ്റിംഗ്. പിന്നെ ഈ സ്കാറുകളില് ഈ ചില സ്കാറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇച്ചിങ്ങോടുകൂടി വരുവാണെങ്കിൽ നമുക്ക് ഗ്രാഫൈറ്റിസ് കൊടുക്കാവുന്നതാണ്. നമുക്ക് പ്രൊമിനന്റ് സിംറ്റംസ് മാത്രമേ ഞാൻ ഈ പറയുന്നു. കീലോയിഡ് അല്ലേ ഹരി? കീലോയിഡിന്. പിന്നെ അതുപോലെ തന്നെ മോർണിംഗ് സിക്നസ് ഡ്യൂറിങ് മെൻസസിന് പെട്രോളിയത്തിലും ഉണ്ട്, പൾസാറ്റിലേക്കും ഉണ്ട് മോർണിംഗ് സിക്നസ് ഡ്യൂറിങ് മെൻസസ്. ഇത് ഗ്രാഫൈറ്റിസിന് ഞാൻ കുറെ ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ് ഞാൻ സാധാരണയായിട്ട് ഇത് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെഡിസിൻ സബൈനയാണ്. അതായത് സബൈനയ്ക്ക് അറിയാമല്ലോ നമുക്ക്, പെയിൻ സേക്രം ടു പ്യൂവിസ്, അതാണ് സബൈനയുടെ മെയിൻ കാർഡിനൽ സിംറ്റം ആണത്, പെയിൻ സേക്രം ടു പ്യൂവിസ്. പിന്നെ ഈ മെൻസസ് പീരീഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലഡ് ഈസ് ഫ്ലൂയിഡ് ആൻഡ് ക്ലോട്ട് ടുഗദർ, അതും ഈ സബൈനയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഉള്ളത് സ്റ്റാബിങ് പെയിൻ ഇൻ ദി പിറ്റ് ഓഫ് ദി സ്റ്റൊമക്ക്, ഗോയിങ് ടു ബാക്ക് അതിന്റെ എക്സ്റ്റൻഷൻ, ബാക്ക് എക്സ്റ്റൻഷൻ ആണത്. പിന്നെ വയറ് വീർത്തിരിക്കും, ഡിസ്റ്റൻഷൻ ഉണ്ടാവും, ഹൈപ്പോഗാസ്ട്രിക് ഏരിയയിൽ പെയിൻ ഉണ്ടാവും. പിന്നെ ബ്ലീഡിങ്, ലീസ്റ്റ് മോഷനിൽ ബ്ലീഡിങ് കൂടിയിരിക്കും, അതൊക്കെ സബൈനയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ പെയിൻ ഫ്രം ബിലോ അപ്വേർഡ്സ്, ഷൂട്ടിങ് അപ്പ് ടു ദി വജൈന, അതും സബൈനയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അടുത്ത മെഡിസിന് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്ന ബോവിസ്റ്റയാണ്. ബോവിസ്റ്റ അത് പാരാ ഓവേറിയൻ സിസ്റ്റിന് ബെസ്റ്റ് മെഡിസിൻ ആണ് ഈ ബോവിസ്റ്റ. അർട്ടിക്കേരിയ, ഈ ബോവിസ്റ്റയ്ക്ക് അർട്ടിക്കേരിയ ഉണ്ട്, അഗ്രവേഷൻ, മോർണിംഗ് അഗ്രവേഷൻ. പിന്നെ എന്ത് എക്സൈറ്റ്മെന്റ് ഉണ്ടായാലും ഈ ബോവിസ്റ്റയിൽ അർട്ടിക്കേരിയ അഗ്രവേറ്റ് ചെയ്യും. പിന്നെ അക്കിനിക്കും ചീക്സ്, അക്കിനിക്കും നല്ലതാണ്. അതുപോലെ തന്നെ അഗ്രവേഷൻ ഡ്യൂറിങ് സമ്മർ ആയിരിക്കും ബോവിസ്റ്റ. പിന്നെ ഇത് നമ്മുടെ ലാക്ടസിന്റെ ഒരു സിംറ്റം ഉണ്ട് ഈ ബോവിസ്റ്റയ്ക്ക്, കനോട്ട് ബിയർ ടൈറ്റ് ക്ലോത്തിങ്, എറൗണ്ട് വേസ്റ്റ് ആണിത്. അതേസമയം ലാക്ടസിന് അങ്ങനല്ല, ഈ ബോഡി കംപ്ലീറ്റ് ആണ് അവർ പറയുന്നത് ലാക്ടസിന്. ഈ ബ്ലൗസോ മറ്റ് ടൈറ്റ് ക്ലോത്തിങ് പറ്റത്തേ ഇല്ല. അതേസമയം ഇതിനങ്ങനല്ല, ടൈറ്റ് ക്ലോത്തിങ് എറൗണ്ട് വേസ്റ്റ്, കനോട്ട് ബിയർ ടൈറ്റ് ക്ലോത്തിങ് എറൗണ്ട് വേസ്റ്റ്. അത് പിന്നെ ഈ നമ്മുടെ ചില പെൺകുട്ടികൾ കാണാൻ മേലെ ഈ ചീക്സും ലിപ്സും ഒക്കെ ഇങ്ങനെ സൊള്ളൻ ആയിട്ടിരിക്കും, നല്ല തുടുത്തിരിക്കും, ശ്രദ്ധിച്ചോളുക. അത് ഈ ബോയ്സ് കുട്ടികൾക്കാണ് അങ്ങനെ ഉണ്ടാകുന്നത്. പിന്നെ സ്റ്റാമറിങ് ഉള്ള അവർക്കും ഇത് ബെസ്റ്റ് മെഡിസിൻ ആണ്. പിന്നെ ഈ എന്ത് സാധനം ഉണ്ടെങ്കിലും ഡോക്ടറെ താഴെ പോവും എന്നൊരു ആരെങ്കിലും പറയുവാണെങ്കിൽ അതിന്റെ ബെസ്റ്റ് മെഡിസിൻ ബോയിസ്റ്റയാണ്. എവറിത്തിങ് ഫാൾസ് ഫ്രം ഹാൻഡ്. ഒരു താക്കോൽ എടുക്കുമ്പോഴോ ഇല്ലെങ്കിൽ അടുക്കളയിൽ പെരുമാറുമ്പോഴോ എപ്പോഴും കയ്യിൽ നിന്ന് സാധനം താഴെ പോകും. അതാണ്. നേത്രമൂറിനും ഉണ്ട്. ഇത് ബോയിസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞതൊക്കെ ഡയറിയ ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസ്, അത് ബോയിസ്റ്റയുടെ ഒരു മെയിൻ സിംറ്റം അല്ലേ. മെൻസസ് ഏരിയയിൽ ഡയറിയ മെയിൻ സിംറ്റമാണ്. അത് നമുക്ക് കിട്ടുന്നതാണ്, സാധാരണഗതിയിൽ കിട്ടുന്നതാണ്. പിന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ സിക്കൈൽകോർ.
പല ആൾക്കാരും അവോയ്ഡ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് സിക്കൈൽ കോർ. അതായത് അതിന്റെ സിക്കൈൽ കോറിന്റെ ഒരു പ്രത്യേകത തിൻ സ്ക്രാനി ഹ്യൂമൺ വിത്ത് തിൻ ഡിസ്ചാർജ്, ചെറിയ ഡിസ്ചാർജേ കാണത്തുള്ളൂ സിക്കൈൽ കോർ. പിന്നെ ഐസി കോൾഡ്നെസ് ഓഫ് ദി ബോഡി, ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ സിക്കൈൽ കോറിന് നമുക്ക് ഡയറിയയുടെ ഒക്കെ കിട്ടുന്ന അറിയാൻ മേലെ. ഐസി കോൾഡ്നെസ് ഓഫ് ദി ബോഡി വിത്ത് ഇൻടോളറൻസ് ഓഫ് ടു കവർ, അങ്ങനെ വന്നാലും നമുക്ക് അത് സിക്കൈൽ കോർ പ്രിസ്ക്രൈബ് ചെയ്യാം. പിന്നെ ബ്രൗണിഷ് ഒഫൻസീവ് ലൂക്കോറിയ ടിൽ ദ നെക്സ്റ്റ് പീരീഡ്, അത് സിക്കൈൽ കോറിന്റെ ആണത്. പിന്നെ ടിംഗ്ലിംഗ് ഇൻ ദി ടിപ്പ് ഓഫ് ദി ടങ്, ചില നമ്മുടെ ടങ്ങില് ടിംഗ്ലിംഗ് ഉണ്ടാകുക, ടിപ്പ് ഓഫ് ദി ടങ്, ദാറ്റ് ഈസ് സിക്കൈൽ കോർ. പിന്നെ ഈ വായിക്കകത്ത് രക്തം ചുവയ്ക്കുക എന്ന് പറയത്തില്ലേ ചില ആൾക്കാര്, ബ്ലഡ് ലൈക്ക് ഓർ ഇങ്ക് ലൈക്ക് ടേസ്റ്റ് ഇൻ ദി മൗത്ത്, രക്തം വായിക്കകത്ത് ചുവയ്ക്കുന്നു എന്ന് പറയും, അത് സിക്കൈൽ കോർ ബെസ്റ്റ് മെഡിസിൻ ആണ്. പിന്നെ ബേണിംഗ്, സിക്കൈൽ കോറിന് ബേണിംഗ് ഉണ്ട്, അത് ദാറ്റ് ഈസ് അമിലിറേഷൻ ബൈ കോൾഡ് ആപ്ലിക്കേഷൻ. പിന്നെ ഈ ഡിസ്റ്റോർഷൻ ഓഫ് ദി ഫേസിന് സിക്കൈൽ കോർ നല്ല മെഡിസിൻ ആണ്. അത് നമ്മുടെ ഇതിന് ഈ കോസ്റ്റിക്കത്തിനൊക്കെ ഫേസില് ഫേഷ്യൽ പാരാലിസിസ് ഒക്കെ വരികയാണെങ്കിൽ സ്പാസ്മോഡിക് ഡിസ്റ്റോർഷൻ ഓഫ് ദി ഫേസ്, ദാറ്റ് ഈസ് സിക്കൈൽ കോർ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. ഇതൊക്കെ ഗൈനക്കോളജി ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മറ്റു ഡോക്ടർ പറഞ്ഞത് ഹരിഹരൻ സാറ് ഞാനേ ഒന്ന് കാരണം ചോദ്യോത്തര വേളയും കൂടെയാണ്. നിങ്ങൾ 3 പേരും തുടർന്ന് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, കുറച്ച് സമയം അവർക്ക് കൂടെ കൊടുക്കാം. ആരും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് പോവാം. വീണ്ടും അല്ല, ഒരു കാര്യം ചെയ്തോട്ടെ, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിക്കോട്ടെ, അതായിരിക്കും നല്ലത്. അതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങള്, ചോദ്യോത്തര വേളയെന്നായിരുന്നു നമ്മളെ ഇന്നത്തെ സെഷൻ. അപ്പം തീർച്ചയായിട്ടും ഡോക്ടേഴ്സിന് അവരവരുടെ ചോദ്യങ്ങൾ, വന്ധ്യതയെ കുറിച്ച് എന്ത് സംശയങ്ങളും ചോദിക്കാം. 3 പേരാണ് ഉള്ളത്, ഒരാളെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ത് സംശയങ്ങളും ചോദിക്കാം. ഓരോരുത്തരായിട്ടൊന്ന് പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വന്നാല് നമുക്ക് സ്പീഡിൽ പോകാം. 46 ആയിട്ടുള്ളൂ. ഓരോരുത്തർ വരണേ. എന്തെങ്കിലും വന്ധ്യതയെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. സമയം കഴിഞ്ഞാൽ പിന്നെ എല്ലാരും കൂടെ തിരക്കിട്ട് വരുമ്പോ നമുക്ക് 10 മണി കൂടുതൽ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ എന്റെ സംശയം പറഞ്ഞു തരട്ടെ ആരെങ്കിലും? സെർവിക്സ് ഏർലി പ്രഗ്നൻസിയിൽ സെർവിക്സ് ഓപ്പൺ ആവുമ്പത്തി പോയിട്ട് അബോർഷൻ വരുന്ന കേസിൽ എന്താ കൊടുക്കുക? എന്തെങ്കിലും അനുഭവം ഉള്ളത്? ഒരു ഡോക്ടർ കോളോഫില ഇട്ടിട്ടുണ്ട്, അത് ഞാൻ നോട്ട് ചെയ്തു. കോളോഫില അത് ഏത് പൊട്ടൻസി എപ്പോ തുടങ്ങി കൊടുക്കണം? അത് യൂഷ്വലി കോളോഫിലം കൊടുക്കുന്നത് ഡെലിവറിക്ക് മുമ്പായിട്ടാണ്. എന്നുവെച്ചാൽ ഒരു 8 മാസം കഴിയുമ്പോഴത്തേക്കും കോളോഫിലം കൊടുക്കും, സെർവിക്സ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്. ഓപ്പൺ ആവാൻ വേണ്ടി സെർവിക്സ് കറക്റ്റ് ചെയ്യാനും കറക്റ്റ് പെയിൻ വരാനും ആണ് നമ്മൾ കോളോഫിലം ഡെയിലി കൊടുക്കുന്നത്. ഞാൻ കൊടുക്കാറുണ്ട്. 8 മാസം കഴിയുമ്പോൾ ഡെയിലി BD കൊടുക്കും, കോളോഫിലം 30. അപ്പൊ ഈ അബോർഷൻ മാഡം പറഞ്ഞു തീർന്നിട്ട് പറയാൻ വിളിക്കാന്ന് വെച്ചിട്ടേ, അമ്മയോടും അമ്മയുടെ ഫ്രണ്ടിനോടും ഒക്കെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി മോളാണ് വന്നിരിക്കുക. അതേ ഇനി മറ്റേതിന്റെ മറുപടിയായിട്ടാണോ നമുക്ക് ചോദിക്കാം? ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ആശ ഡോക്ടർ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ആൻഡ് വി ആർ സോ ലക്കി എല്ലാരും ഒരുമിച്ച് കിട്ടിയതില്. ആൻഡ് എനിക്കുള്ള സംശയം എന്താ വെച്ചാല്, കോർപ്പസ് ലൂട്ടിയം എപ്പോഴാണ് നമ്മൾ ഏത് സ്റ്റേജിലാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഇൻഫ്ലേർഡ് ഫെർട്ടിലിറ്റി മെൻസസിന്റെ ഇതിന് കോർപ്പസ് ലൂട്ടിയം 3X. ആരെയാണ് ഉത്തരം പറയുന്നത്? കോർപ്പസ് ലൂട്ടിയം ഉപയോഗിക്കേണ്ടുന്ന സ്റ്റേജ് പറയാമോ? കോർപ്പസ് ലൂട്ടിയം ഞാൻ കൊടുക്കാറുണ്ട് ഈ ഹോർമോണൽ ഇംബാലൻസ്, PCOS കണ്ടീഷനിൽ, ഇറഗുലർ മെൻസസ്, ആ കണ്ടീഷനിലാണ് കോർപ്പസ് ലൂട്ടിയം കൊടുക്കാറ്. ലൂട്ടിയൽ ഫേസ് ഡിഫക്റ്റ് ഇല്ലേ, നമ്മൾ റിക്കറന്റ് അബോർഷൻ അങ്ങനെ വരുന്ന കേസിൽ കോർപ്പസ് ലൂട്ടിയം കൊടുക്കാം. പിന്നെ നമുക്ക് കോർപ്പസ് ലൂട്ടിയം
കൊടുക്കാൻ പറ്റുന്നത് മെനപ്പോസൽ കംപ്ലൈന്റില് ഹോട്ട് ഫ്ലഷസ് വരുമ്പോൾ ഒരു ലക്കേസിസ് പൾസാറ്റിലെ കോർപ്പസ് ലൂട്ടിയം കൊടുക്കുമ്പോൾ ഒരു ഡെഫിനറ്റ് മെഡിസിൻ ആണ്. ഡെഫിനറ്റ് ഡൗട്ട്ലെസ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് കോർപ്പസ് ലൂട്ടിയം 30. ഇൻ മെനപ്പോസൽ കണ്ടീഷനിൽ ഹോട്ട് ഫ്ലഷസ് ഒക്കെ മാറാനായിട്ട് 30 ആണ്. 3x നമുക്ക് ഈ PCOD-ലല്ല PCOS-ല് ഹോർമോണൽ ഇംബാലൻസ് അവിടെ വരുന്ന കണ്ടീഷനിൽ നമുക്ക് കോർപ്പസ് ലൂട്ടിയം കൊടുക്കും 3x. കിട്ടുന്നില്ലായിരുന്നു, ഞാനിപ്പോ ഓർഡർ ചെയ്ത് എനിക്ക് കിട്ടുമെന്ന് അറിയില്ല, ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭണ്ഡാരിയുടെ ഉണ്ട് ശാന്ത, ഭണ്ഡാരിയുടെ കോർപ്പസ് ലൂട്ടിയം ഡെയിലി ഡോസ് 2 നേരം കൊടുക്കണം. ഡെയിലി 2 ഡോസ്. ബ്ലാക്ക്വുഡിന്റെ മെഡിക്കലാണ് അത് ഉള്ളത്, ഇതിലില്ല. നമ്മളെ വേറെ മെട്രിയമെഡിക്കലൊന്നും കണ്ടില്ല. ബ്ലാക്ക്വുഡിന്റെ മെട്രിയമെഡിക്കല് കോർപ്പസ് ലൂട്ടിയം ഡോക്ടർ സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കും. ഭാഗ്യത്തിന് ചോദിക്കുകയാണ് പറ്റി വല്ലതും പറയാൻ പറ്റുമായിരിക്കും. ഇങ്ങോട്ട് പറയുകയാണോ, ഇങ്ങോട്ട് ചോദിക്കാനാണോ, അങ്ങോട്ട് മറുപടിക്കാണോ, എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങോട്ട് മറുപടി പറയാൻ. മാഡം, ഭാഗ്യലക്ഷ്മി മാഡം സംസാരിച്ചു. വന്നില്ലേ ഭാഗ്യലക്ഷ്മി മാഡം? ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ മാഡം. മ്യൂട്ടാണ്. മ്യൂട്ടാണ്. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ മാഡം. ഭാഗ്യലക്ഷ്മി മാഡത്തിന് ഞാൻ കോഹോസ്റ്റ് ആക്കാം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. സംസാരിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. വന്നു. സംസാരിക്കാം മാഡം. ആദ്യം പറയട്ടെ, സൗണ്ട് ഇല്ല. വൈകുന്നേരം പെട്ടെന്നൊരു ചുമ വന്നൊരു ഹോസ്നസ് വന്നു. പക്ഷെ ശാന്തച്ചിയുടെ പിന്നെ ക്വസ്റ്റ്യൻ എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളത് സെപ്പിയ 0/3 എന്നാണ്. അതെ, റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കാം. താങ്ക് യു. എന്റെ ഒരു കേസ് ഇപ്പൊ അതുപോലെ അബോർഷൻ ആയി. ഡെയിലി ഡോസ് കൊടുക്കണം. ഡെയിലി ഡോസ്. ഓക്കെ. പിന്നെ അതുപോലെ മുമ്പേ ശൈല പറഞ്ഞ് പിന്നെ സ്വർണത്തിന് കാലല്ല വൈഡപ്പാർട്ട് കൈയാണ്. കൈ 2 വശത്തേക്കും ഇട്ട് വെച്ച് കിടക്കുന്നതാണ് സ്വർണം. കോർപ്പസ് ലൂട്ടിയം യൂസേജ് പറയാൻ പറ്റുമോ? മോള് ചോദിച്ചു. അത് വലിയതായിട്ട് അറിയത്തില്ല. നല്ല ഇടയ്ക്ക് കൊടുക്കാറുണ്ടെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അതിനൊരു കറക്റ്റ് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. ഓക്കെ, മാഡത്തിന് ഇനി കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട, കാരണം ഒച്ചയില്ലാത്തോണ്ട്. ഒച്ചയില്ല. ഇല്ലെങ്കിലും ഞാനിത് കേട്ടപ്പോ പറഞ്ഞോളാൻ വയ്യാത്തോണ്ടെങ്കിൽ അറിയാം. അതാണ്. ഓക്കെ. അല്ല, ഇനി എന്തെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചോളാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഈ കോർപ്പസ് ലൂട്ടിയം നമുക്ക് ഈ റിക്കറന്റ് അബോർഷൻ കേസിൽ നമുക്ക് പ്രീവിയസ് ആയിട്ട് നമുക്ക് കോർപ്പസ് ലൂട്ടിയം കൊടുത്തിട്ട് അവരുടെ ആ യൂട്രസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ കോർപ്പസ് ലൂട്ടിയം അത് ബ്ലാക്ക്വുഡിന്റെ മെട്രിയമെഡിക്കലാണ് ഉള്ളത്. അത് വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ ഡോക്ടർ? ആഷ ഡോക്ടർ ഒന്നുകൂടെ സംസാരിച്ചേ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ. ഇല്ല അത് നേരത്തെ കിടന്നതാണ്. ഓക്കെ. ഇനി ഡോക്ടേഴ്സിന് ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? The luteal corpus luteum hormone is believed to have a specific influence over the nutrition of the uterus during the reproductive life of the woman, sensitizing the uterine mucus that the ovum may become embedded and the maternal placenta formed.
അതാണ് കോർപ്പസ് ലൂട്ടിയത്തിനെ കുറിച്ച്. ആസ് എ തെറാപ്യൂട്ടിക് ഏജന്റ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ഡിലേഡ് menstruation of young girls. In these cases of in this class of case, there may be a lowered action of the thyroid when small doses of this gland should be administered towards with the corpus luteum. തൈറോയിഡിനും കോർപ്പസ് ലൂട്ടിയും കൂടെ കൊടുക്കാം. ഇതിന് അനീമിയക്ക് കൊടുക്കാം, അനീമിയക്ക് കൊടുക്കാം, പീരീഡ് ലേറ്റ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോ ഇനി Clear ആയോ? അടുത്ത മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മറിയാമ്മ ഡോക്ടറെ ചോദിച്ചോളൂ. എനിക്ക് വന്ധ്യതയെ കുറിച്ചുള്ളൊരു സംശയമല്ല, ഇന്നൊരു വന്നൊരു പേഷ്യന്റിന്റെ കാര്യമാണ്. എൻഡോമെട്രിയം 17 millimeter ഉണ്ട്. അവർക്ക് 8 മാസമായിട്ട് ഹെവി ബ്ലീഡിങ് ആണ്. അത് 2 പാക്കറ്റ് പാഡ് വേണം ഒരു ദിവസം. അവരിപ്പം തൽക്കാലം അലോപ്പതിയിലാണ്. അവർക്ക് അതിൽ നിന്ന് മാറി ഹോമിയോയിലോട്ട് വരണമെന്നും പറഞ്ഞാ വന്നത്. ഭയങ്കര വേദനയും ഭയങ്കര ബ്ലീഡിങ്ങും. അതിനെ ചോദിച്ചു എത്ര വന്നപ്പോ വയസ്സുള്ളവരാ? എന്തോ വയസ്സ് എത്ര വയസ്സുള്ളതെന്ന്? വയസ്സ് പ്രത്യേകം ഞാൻ ഇപ്പൊ പറയാം. അതിന്റെ ഹസ്ബൻഡ് 1 വർഷം മുമ്പ് ഫോറിനിൽ പോയിരിക്കുകയാണ്. 8 മാസമായി ഇവർക്ക് ഈ കംപ്ലൈന്റ് തുടങ്ങിയിട്ട്. പൊട്ടൻസി ചോദിച്ചിട്ടുണ്ട്. 30 അല്ലേ മാഡം പറഞ്ഞത്? കോർപ്പസ് ലൂട്ടിയം 30 നമ്മള് മെനപ്പോസൽ കംപ്ലൈന്റ്സിന്, 3x മെൻസ്ട്രൽ ഡിസോർഡർ. എൻഡോമെട്രിയോസിന്റെ കൂടെ ഈ ഡിസ്മിനോറിയ വരികയാണെങ്കിൽ സൈക്ലാമിൻ നല്ല മെഡിസിൻ ആണ്. പിന്നെ അതുപോലെ തന്നെ കാൻതാരിസ് നല്ല മെഡിസിനാണ് എൻഡോമെട്രിയോസിന്റെ ബ്ലീഡിങ്ങിനും വേദനയ്ക്കും. 30 വയസ്സാണ്. ഇവർക്ക് PCOD 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അലോപ്പതി ചെയ്താണ് കുട്ടി ഉണ്ടായത്. 5 വർഷമായിട്ട് ഒരു കംപ്ലൈന്റും ഇല്ലായിരുന്നു. ഇപ്പോഴീ 8 മാസം ഹസ്ബൻഡ് ഫോറിനിൽ പോയി 1 വർഷമായി പോയിട്ട് അതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. അൾട്രാസൗണ്ട് ചെയ്ത് നോക്കൂ. അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയിട്ട് എൻഡോമെട്രിയം തിക്നെസ് ഉണ്ടെങ്കിൽ അക്കോർഡിംഗ് അതുപോലെ മരുന്ന് കൊടുക്കണം. ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ യുസ്റ്റിലാഗോ ഒക്കെ വരും. അല്ല, 17 സെന്റിമീറ്റർ എൻഡോമെട്രിയം, ഫൈബ്രോയിഡ് ഇല്ല. 17 സെന്റിമീറ്റർ എൻഡോമെട്രിയം വരുമ്പോ എൻഡോമെട്രിയം തിക്നെസ് അല്ലേ. അപ്പൊ നമ്മൾ ആ രീതി ഇപ്പൊ പെട്ടെന്ന് നിൽക്കാൻ ആർണിക്ക കൊടുക്കും ഡോക്ടറെ. ആർണിക്ക, ചൈന, പിറ്റ്യൂട്ടറി, എപ്പിഹിസ്റ്റനോ, യുസ്റ്റിലാഗോ, എപ്പിഹിസ്റ്റനം, എപ്പിഹിസ്റ്റനം, ഹിസ്റ്റർനം. ചൈന ഒരു ഭയങ്കര വീക്ക്നെസ് ഉണ്ട്. ചൈന 10 ഒരു ഡോസ് കൊടുക്കും. 10 ഒരു ഡോസ്. 10 ഒരു ഡോസ് കൊടുക്കും. പിന്നെ വൈബർണം ഓപ്പുലസ് നല്ല മെഡിസിനാ എൻഡോമെട്രിയൽ അതിന് ബ്ലീഡിങ്ങിന്, വേദനയ്ക്കും ബ്ലീഡിങ്ങിനും. തിക്നെസ് കുറയാൻ നമ്മൾ തുടർന്ന് എന്ത് കൊടുക്കണം? ആക്ടിയ റെസിമോസ തുടർന്ന് കൊടുക്കാനായിട്ട്. അതെ, തിക്നെസ് കൂടുമ്പോ എപ്പോഴും ആക്ടിയ റെസിമോസയ്ക്ക് നല്ല ആക്ഷനാണ്. പൊട്ടൻസിയോ? പൊട്ടൻസി ആക്ടിയ റെസിമോസ പൊട്ടൻസി ഏതാണ് കൊടുക്കേണ്ടത്? ആദ്യം ടിഞ്ചർ കൊടുക്കുക, പിന്നെ 6 അങ്ങനെ മേലോട്ട് പോവാം. ഈ ആക്ടിയ റെസിമോസ 3x ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു തന്നാണ്. അതായത് എൻ്റെ ഒരു പേഷ്യന്റ് 16 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. മെഡിസിൻ കൊടുത്തിപ്പോ 1.5 months 2 months ആവണേ ഉള്ളൂ. അപ്പോ ഇപ്പൊ അവിടെ പ്രഗ്നന്റ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പോ അതിന് ഭയങ്കര പേടി. അത് ഒമാനിലാണ്. അപ്പൊ ഭയങ്കര പേടി, ഇങ്ങനെ അബോർഷൻ ആവുകയാണ്. അപ്പൊ രാധാകൃഷ്ണൻ പറഞ്ഞത് ടിൽ ടേം ആക്ടിയ റെസിമോസ 3x കൊടുക്കാൻ, BD 2 നേരം കൊടുക്കാൻ പറഞ്ഞേക്കുക. ടിൽ ടേം. അപ്പൊ നാളെ വരും ഒരു മരുന്ന് വാങ്ങിക്കാനായിട്ട്. ഞാനിത് കൊടുത്തിട്ട് പറയാം. താങ്ക് യു. കാന്താരിസ് നല്ല കേട്ടോ. കാന്താരിസ് നമ്മുടെ ചന്ദ്രശേഖരന്റെ ഒരു ടിപ്പാ.
എൻഡോമെട്രിയോസിസിന് കാൻഡാരിസ്, സൈക്ലാമിനും സൈക്ലാമിനും. അതൊക്കെ പൊട്ടൻസി ഹൈ ആണോ അതോ ലോയോ? ലോ പൊട്ടൻസി. താങ്ക് യു. ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണ സമയമില്ല. നമ്മളെ സമയം ഇന്ന് പെട്ടെന്ന് പോയി. സമയം പോയത് അറിഞ്ഞില്ല. നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായി. അത് രണ്ടുപേരല്ലേ ഇരിക്കുന്നത്, അപ്പൊ പിന്നെ അതാണ്. 3 പേര് ഡോക്ടറെ. ഡോക്ടറെ ഹരിയും വന്നു. ഹരിയേട്ടൻ ഉണ്ടായിരുന്നല്ലോ. പഠനം ആ, ഡോക്ടറെ ഞാനൊരു ഇടയിലേക്ക് ഇന്നലത്തെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓ ഇന്നലെ പറഞ്ഞല്ലോ, അത് ഞാൻ ഇടയ്ക്ക് എനിക്ക് വേറെ മീറ്റിംഗിൽ ഞാൻ ആദ്യം കേട്ടില്ല. നിങ്ങൾ ഈ എന്തുകൊണ്ട് ഇപ്പൊ അക്യൂട്ട് കേസുകൾ തീരെ കുറഞ്ഞു എന്ന് പറഞ്ഞല്ലോ എല്ലായിടത്തും. അപ്പൊ എൻ്റെ ഒരു തോന്നലാണ്, എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഈ തൊട്ട് മുമ്പ് ഭയങ്കര ചൂടേറിയ ഒരു കാലാവസ്ഥയായിരുന്നല്ലോ. അപ്പൊ ഒരു പരിധി വരെ ഒരു 35 ഡിഗ്രി മുകളിലൊക്കെ ടെമ്പറേച്ചർ പോയപ്പോഴത്തേക്കും നമ്മുടെ അത്യാവശ്യമുള്ള ഈ ബാക്ടീരിയയും വൈറസും ഒക്കെ നശിച്ചു പോയി കൊണ്ടായിരിക്കില്ലേ എന്ന് എൻ്റെ ഒരു സംശയം. അങ്ങനെ ആവാം. വേറൊരു കോഴ്സ് ഞാൻ ആലോചിച്ചിട്ട് സലീമേ, ഞാൻ പറയട്ടെ, ഇന്നലെ ഹെൽത്ത് സർവീസിന്ന് 2 പേര് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ എല്ലാവരും ഗൂഗിളിൽ നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണ്. അതുകൊണ്ട് സെൽഫ് ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ആൾക്കാർ. അതുകൊണ്ടാണ് പേഷ്യന്റ് കുറഞ്ഞത്. അല്ല, അതല്ല, നമുക്ക് വരുന്ന ആൾക്കാർ നമ്മള് ജൂൺ 1-ാം തീയതി ഇന്നലെ ഹെൽത്ത് സർവീസിന് വന്നിട്ട് ഇനി അവരോട് വരുന്ന പേഷ്യന്റിനോട് പറയണം, ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിരിക്കണമെന്ന് പറയണം, നമ്മൾ സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. ഡോക്ടറുടെ ആരോഗ്യം ശരിയാണെന്ന് അന്വേഷിക്കണം. ഡോക്ടറുടെ ആരോഗ്യം ശരിയാണെന്നൊക്കെ അന്വേഷിക്കണം. ഡോക്ടറെ ഇതേ ഉള്ളോ സലീം കുമാർ ഡോക്ടറെ? ഇതാ എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ഊഹിക്കായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടാവും. ഇത് ഡോക്ടറുടെ സംശയം ഒരു പരിധി വരെ കറക്റ്റ് ആയിരിക്കും. കാര്യം അതൊന്നുമല്ല കാര്യം. നിങ്ങൾ 200 രൂപയ്ക്ക് മരുന്ന് കൊടുക്കുമ്പോഴേ അവർ 25,000 മുടക്കാൻ തയ്യാറാണ്. അതാണ് കാര്യം. അതാണ് കാര്യം. മിക്ക വരുന്ന കേസുകൾ പോയി 4-5 കോഴ്സ് ആന്റിബയോട്ടിക് കഴിച്ചിട്ട് കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. പഠിപ്പിച്ചു വിട്ടാലും അവരവിടെ പോവുള്ളൂ. കാരണം ഇത് പെട്ടെന്ന് കുറയുമെന്നാണ് പറയുന്നത്. അപ്പുറത്തും കുറവാണ് പേഷ്യന്റ്. അലോപ്പതിയിൽ ആളില്ല. അതല്ല, അവര് പറയുന്നത് ഇത് 200 ഇതൊന്നും കഴിച്ച കുറപ്പിച്ചു വിട്ടാലും അവർ പറയാം, അവരവിടെ പോയിട്ട് തിരിച്ചു വരുള്ളൂ. ഡോക്ടർമാർക്കുണ്ടാവും. അത് എന്തായാലും ഞാൻ കാണുന്നത് അങ്ങനെ ഇതെല്ലാം പല കാരണങ്ങള് കൂടി ആയിരിക്കും. എന്തായാലും പേഷ്യന്റ് കുറവുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു കാരണമായിരിക്കും. അതെ. അപ്പോഴേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ മലയാളം സെഷൻ വളരെ വേഗം പോയി. ടൈം പാസസ് ടു ക്വിക്ക്ലി. അങ്ങനെ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. 3 വടവൃക്ഷങ്ങളിൽ നമുക്ക് എന്താണ് ഇന്ന് ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് ആർക്കും ആരോടും നന്ദി പറയണ്ട, നന്ദി ആരോടും ചൊല്ലണ്ട, എല്ലാവർക്കും നന്ദി. 3 പേർക്കും നന്ദി പറഞ്ഞുകൊണ്ടും പിന്നെ ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യും. പുരുഷന്മാരുടെ മാനം കാത്ത ഹരിഹരൻ ഡോക്ടർക്ക് പ്രത്യേകിച്ച്